ഇതുപോലൊരു പലഹാരം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. ഉള്ളിലാണെങ്കിലോ ചില്ലി ചിക്കനും. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് കുഴച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഈ മാവിൻ്റെ സൈസ് ഒന്ന് ഡബിൾ ആവുന്നത് വരെ. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കുറച്ച് സോയ് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടെണ്ണയിലിട്ടിട്ട് പൊരിച്ചും കൂടി എടുക്കുക. ഭയങ്കര ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ലതാ. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് വഴന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് സവോളയും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് സോയ് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഡാർക്ക് സോയ് സോസാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി സോസും ഒരിത്തിരി ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഇതുപോലൊരു പരുവത്തിലാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഒന്ന് പിച്ചി എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയനും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു മസാല മിക്സ് റെഡിയായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ കുഴച്ചെടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ടും കൂടി എടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം. ഇതെപ്പോഴും അടച്ചു വെക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. ഇനി ഇതിൽ ഓരോ ഉരുള എടുത്തിട്ട് കുറച്ച് മാവൊക്കെ തൂവിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ആ ഒരു മസാല മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു 4-5 സ്ലിറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മസാല വെച്ച ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി കട്ട് ചെയ്ത ഓരോ ഭാഗത്തിൻ്റെ നടുവിൽ ഇതുപോലെ ഞാനൊരു ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മടക്കിയിട്ട് ഇതിൻ്റെ 2 സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഇനി ചോപ്പ് സ്റ്റിക്ക് വെച്ച് ആ പ്രസ് ചെയ്ത ഭാഗം ഇതുപോലെ വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. ഫ്ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു ഷേപ്പ് കിട്ടും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പകരം നിങ്ങൾക്ക് പൊരിച്ചും എടുക്കാം കേട്ടോ. ഇതുപോലൊരു ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് ഓരോ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുക. മേലെ കുറച്ച് എഗ്ഗ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്കായിട്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 160 ഡിഗ്രിയിലൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മൾ ചില്ലി ചിക്കൻ ഫ്ലവർ ബൺസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി.